സഹനത്തിന് വലിയ വിലയൊന്നുമില്ല, ആവശ്യമില്ല കേട്ടോ. സഹനം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പണ്ട് ഭർത്താവ് അധ്വാനിക്കുന്നു, കുടുംബം പോറ്റുന്നു, ഭാര്യ വിധേയപ്പെടുന്നു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലും ക്ഷമിക്കും, സഹിക്കും, കാരണം അദ്ദേഹം കഷ്ടപ്പെടുന്നു. ഇന്നൊരു പക്ഷേ ഭർത്താവിനേക്കാൾ ശമ്പളം ഭാര്യയ്ക്കാണ്. അപ്പൊ അവള് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാവും പറയുന്നത് കേൾക്കണം, അടിമയായിട്ട് ജീവിക്കണോ? ഉള്ളിലൊരു അഹം വരികയാണ്. ഈ അഹം വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകും. അത് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ പ്രവണത ഇന്ന് കടന്നു വന്നിരിക്കുക. പിന്നെ പണ്ട് 6, 7, 8 മക്കളുണ്ടായിരുന്നു. അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശീലിച്ചു. സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചു. മാതാപിതാക്കളെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല. മൂത്തത് ഇളയതിനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നിപ്പോ 2, 2.5 ഉള്ളൂ, അല്ലെങ്കിൽ 1 ഉള്ളൂ. എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. ഈ അപ്പന്റെ വായിന്ന് ഇതുവരെ മോളെ നല്ലാണ്ട് വിളിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോ എടീന്ന് വിളിച്ചു, ചങ്ക് തകർന്നു. ഇതാദ്യമായിട്ടാ കേൾക്കുന്നത്. അവിടുത്തെ സംസ്കാരം അതാ. എടീന്ന് വിളിച്ചാൽ തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കുട്ടി ഇത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അവിടെ മുതൽ ഇങ്ങനെ ഓരോന്ന് തുടങ്ങുക. ഇനി മതി ജീവിതം, ഇവനില്ലെങ്കിലും എനിക്ക് ജീവിക്കാം, ജോലിയുണ്ട്, വരുമാനമുണ്ട്, എന്തിനാ ഒരുവന്റെ അടിമയായി നിൽക്കുന്നത്? കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ PhD വേണം നിർബന്ധമില്ല, കോടികൾ വേണം നിർബന്ധമില്ല. സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ കുടുംബം ഉണ്ടാവൂ. സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ കുടുംബം ഉണ്ടാവൂ. അടുത്ത വ്യക്തിയെ മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചാട് രാമ എന്ന് പറയുമ്പോൾ ചാടുന്ന രാമനാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചിന്തിച്ചാൽ ജന്മത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകില്ല.